കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷൻ മെത്തേഡ് വഴി LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. കുഴപ്പമില്ലല്ലോ? Okay. Then next we have to study the properties of HCF and LCM of given numbers. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ HCF-ന്റെയും LCM-ന്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് എടുത്ത് പഠിക്കാനുള്ളത്. ഒരു 6 പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 63. അതിൽ ഫസ്റ്റ് വൺ, product of two numbers is equal to product of their HCF and LCM. രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ്, ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും അതിന്റെ HCF-ഉം LCM-ഉം തമ്മിലുള്ള പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. That is the first property. Product of two numbers is equal to product of their HCF and LCM. ആ പ്രോപ്പർട്ടി നമ്പർ 1 ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. Product of two numbers is equal to product of their HCF and LCM. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ടെന്നിന്റെയും 15-ന്റെയും രണ്ട് നമ്പേഴ്സിന്റെ HCF എന്ന് പറയുന്നത് HCF is equal to 5. 10-ന്റെയും 15-ന്റെയും HCF 5 ആണ്. LCM equal to 30. 10-ന്റെയും 15-ന്റെയും ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും HCF 5-ഉം LCM 30-ഉം ആണ്. ഇനി 10 into 15 എത്രയാ? 10 into 15 is equal to 150. ഇനി നമ്മൾ ഈ HCF-ഉം LCM കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 30 into 5 അതും എത്രയാണ്? 150. അതായത് രണ്ട് നമ്പേഴ്സ് തന്നാൽ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും ആ രണ്ട് നമ്പേഴ്സിന്റെ LCM-ഉം HCF-ഉം തമ്മിലുള്ള പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും അതിന്റെ HCF-ഉം LCM-ഉം തമ്മിലുള്ള പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നോക്കാം. 20, 25. 20 and 25. ഇതിന്റെ രണ്ടിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 20 into 25 എത്രയാ? 20 into 25 500. 20-ന്റെ LCM least common multiple 20 and 25. LCM is equal to 100. Then HCF is equal to 5. Then their product 100 into 5, 500. Okay, 20-ന്റെയും 25-ന്റെയും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അത് തന്നെ കിട്ടുക. LCM 100, HCF 5. 20-ന്റെയും 25-ന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 500. LCM-ഉം HCF-ഉം അതായത് 100-ഉം 5-ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 500 എന്ന് കിട്ടും. That means the product of the numbers is equal to product of
LCM and HCF. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. മനസ്സിലായോ? Okay, then second one, the HCF of given numbers cannot be greater than any of the given numbers. In other words, the HCF of the given numbers is smaller than or equal to the smallest given number. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. രണ്ട് നമ്പേഴ്സിന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കില്ല. ഫാക്ടേഴ്സ് എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനേക്കാളും ചെറുതായിരിക്കും. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ഒന്നുകിൽ അതേ നമ്പർ അല്ലെങ്കിൽ ആ നമ്പറിനേക്കാളും ചെറുത്. Like that, HCF of given numbers cannot be greater than any of the given numbers. തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും അതിലേതെങ്കിലും ഒന്നിനേക്കാളും ഒരിക്കലും വലുതായിരിക്കില്ല. എല്ലാ നമ്പറിനേക്കാളും ചെറുതായിരിക്കും അല്ലെങ്കിൽ equal to the smallest number of the given numbers. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും ചെറുതിന് ഈക്വലോ അല്ലെങ്കിൽ ആ ചെറുതിനേക്കാളും ചെറുതോ ആയിരിക്കും രണ്ട് നമ്പേഴ്സിന്റെ HCF. രണ്ടോ മൂന്നോ എത്ര നമ്പേഴ്സ് എടുത്താലും അതിൽ ഏറ്റവും ചെറിയ നമ്പർ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പേഴ്സിനോട് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കും HCF. Then third property, ആ പ്രോപ്പർട്ടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. സെക്കൻഡ് വൺ, the HCF of given numbers cannot be greater than any of the given numbers. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു വെക്കുക. Then third one, the LCM of given numbers cannot be less than any of the given numbers. ഇനി HCF നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കില്ല. But in the case of LCM, it cannot be less than any of the given numbers. LCM എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കും, ചെറുതായിരിക്കില്ല. മനസ്സിലാവാൻ വേണ്ടി ഒരു ഷോർട്ട് നോട്ട് ആക്കി പറഞ്ഞുതരാം. HCF പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ 63. HCF will always less than the given numbers. ഇത് നിങ്ങൾക്ക് എവിടെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നോട്ടിലോ ടെക്സ്റ്റിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പോലെ എഴുതി വെക്കാം. LCM will always greater than the given numbers. HCF എപ്പോഴും ചെറുതായിരിക്കും, LCM എപ്പോഴും തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കും. ഈ രണ്ട് സൈനും മാറിപ്പോവരുത് കേട്ടോ. HCF will always less than the given numbers, then LCM will always greater than the given numbers. That is the third property. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. The LCM of given numbers cannot be less than any of the given numbers. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും ചെറുതായിരിക്കില്ല, എപ്പോഴും വലുതായിരിക്കും. Then the HCF of two co-prime numbers is 1. രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ HCF, ഇത് നമ്മൾ HCF പറയുമ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ HCF will always be 1. ഒന്ന് 1 ആയിരിക്കും രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ HCF. എന്തുകൊണ്ടാ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ 1ഉം അതേ നമ്പറും മാത്രമേ അതിന് ഫാക്ടർ ആയിട്ട് വരുള്ളൂ, വേറെ ഒരു നമ്പറും അതിന്റെ ഫാക്ടർ ആവില്ല. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഒറ്റൊരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, 1 മാത്രം. Therefore 1 is the HCF for two co-prime numbers.
Then അതൊന്ന് underline ചെയ്ത് വെക്കുക. Fourth one, the HCF of two co-prime numbers is 1. Then fifth one, the LCM of two or more co-prime numbers is equal to their product. രണ്ടോ അതിലധികമോ പ്രൈം നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എത്ര പ്രൈം നമ്പേഴ്സ് എടുത്താലും അതിന്റെ HCF എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. Then LCM of two or more co-prime numbers is equal to their product. രണ്ടോ അതിലധികമോ എത്ര പ്രൈം നമ്പേഴ്സ് എടുത്താലും അതിന്റെ LCM എന്ന് പറഞ്ഞാൽ അതിന്റെ ആ എല്ലാ നമ്പേഴ്സിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. രണ്ടിന്റെയും മൂന്നിന്റെയും LCM എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ്. 2 into 3 6. അതുപോലെ 3ന്റെയും 5ന്റെയും LCM 3 into 5 50. എത്ര പ്രൈം നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ LCM is equal to their product. That is the fifth property. Then sixth one, the HCF of given numbers is always a factor of their LCM. രണ്ട് നമ്പേഴ്സിന്റെ HCFും LCMും നമ്മൾ കൺസിഡർ ചെയ്താൽ HCF എപ്പോഴും LCMന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇതെല്ലാം കൂടി പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും അല്ലെ? കുറെ HCF കേൾക്കുന്നു, കുറെ LCM കേൾക്കുന്നു. ഒന്നുമല്ല, സിമ്പിൾ ആണ്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തത് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടിയും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി മാത്രമേ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇത് പഠിക്കുന്ന സമയം തൊട്ട് പറയുന്ന പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സിക്സ്ത് പ്രോപ്പർട്ടി, the HCF of given numbers is always a factor of their LCM. HCFും LCMും തമ്മിലുള്ള റിലേഷനാ പറഞ്ഞിരിക്കുന്നത്. രണ്ട് നമ്പേഴ്സിന്റെ LCM എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ HCF എന്ന് പറയുന്നത് LCMന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ 5 എന്ന് പറയുന്ന HCF 100ന്റെ ഫാക്ടർ ആണ്. അതായത് HCFന്റെ ഫാക്ടർ ആണ് LCM. അതുപോലെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത HCF 5, ഈ 5 എന്ന് പറയുന്നത് LCM ആയ 30യുടെ ഒരു ഫാക്ടർ ആണ് 5. അങ്ങനെ ഏത് നമ്മൾ നോക്കിയാലും HCF LCMന്റെ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി അതില് ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് വരുന്ന പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ട പ്രോപ്പർട്ടി ഫസ്റ്റ് വൺ എന്താ? അത് product of the given numbers, product of two numbers is equal to product of their HCF and LCM. അതിനൊരു സ്റ്റാർ ഇട്ട് വെച്ചു. ആ ഒന്നാമത്തെ പ്രോപ്പർട്ടിക്ക് ഒരു സ്റ്റാർ ഇട്ട് വെച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അത്. എന്തോ അത് മെയിൻ ആയിട്ടുള്ളതുകൊണ്ടാണ് അവിടെ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. അപ്പൊ എന്താ പ്രോപ്പർട്ടിയിൽ പറയുന്നത്? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് is equal to HCF and LCM. HCF and LCM. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ HCFന്റെയും LCMന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. HCF into LCM. അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 63 സോൾവ്ഡ് എക്സാമ്പിൾസ്. എക്സാമ്പിൾ 38. Find
Find the LCM of two numbers if their product is 2646 and HCF is 21. എന്താ കൊടുത്തിരിക്കുന്നത്? Find the LCM of two numbers. Find the LCM of two numbers. നമുക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാ? If their product is 2646. ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 2646ഉം HCF 21. അതായത് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതോ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 2646 HCF 21. അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എളുപ്പമാണ് ചെയ്യാൻ. ഈ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്താൽ മതി. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എത്രയാ? Product is equal to 2646. ഇനി തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ HCF. HCF is equal to 21. കണ്ടുപിടിക്കേണ്ടത് LCM. LCM ആണ് കണ്ടുപിടിക്കാനുള്ളത്. തൊട്ട് മേലത്തെ ഇക്വേഷൻ product of two numbers is equal to HCF and LCM. ഇപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് എത്രയാന്ന് കൊടുത്തിട്ടുണ്ട്? 2646. That is 2646 is equal to HCF. HCF എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 21. 21 into LCM. LCM ആണ് നമുക്ക് കണ്ടുപിടിക്കട്ടെ. അപ്പൊ ഇതിൽ നിന്ന് LCM എങ്ങനെ കണ്ടുപിടിക്കും? LCM ഈക്വൽ സൈൻ അതേ സൈഡിൽ വെക്കുക. LCM is equal to ഇനി പ്രൊഡക്റ്റ് HCF കൊണ്ട് ഹരിക്കണം. പ്രൊഡക്റ്റിനെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ വരുന്ന സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് 21ന്റെ കൂടെ ഉള്ളത്. അപ്പൊ അത് നേരെ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോ അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റിനെ 2646നെ ഡിവൈഡഡ് ബൈ 21 ചെയ്താൽ മതി. എത്ര കിട്ടും ഡിവൈഡ് ചെയ്താല്? 2646 divided by 21. 21 54 2 42 sorry 2 1 6 126 എത്ര കിട്ടും ഡിവൈഡ് ചെയ്യുമ്പോ? 126 equal to 126. അതായത് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 126. ഇത്രേ ചെയ്യാനുള്ളൂ. പ്രൊഡക്റ്റിനെ LCM ആണോ HCF ആണോ തന്നിരിക്കുന്നത് നോക്കോ, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പേജ് നമ്പർ 64 എടുത്തേന്ന്. അതിനകത്ത് എക്സസൈസ് 3H കണ്ടോ? അതില്
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോ? The product of two numbers is 15,870 and their HCF is 23. Find their LCM. Simple division. 15,870 divided by 23. ഒന്ന് ചെയ്ത് നോക്കിയേ കിട്ടുന്നുണ്ടോ? LCM എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. 1 digit നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഈ 2 digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മിസ് പറയുന്നത്. കഷ്ടല്ലേ? ഇപ്പോഴാണോ മിസ്സേ? 15,870 divided by 23. അതിന്റെ LCM എന്ന് പറഞ്ഞാൽ 690. 15,870 divided by 23 is equal to 690. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യും? എത്ര സമയം എടുക്കും? പീരിയോഡിക് എക്സാമിന്റെ ഇൻഫർമേഷൻ കിട്ടിയില്ലേ? 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈം ടേബിൾ എപ്പോ വരും? ടൈം ടേബിൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഗൂഗിൾ ഫോമിലായിരിക്കും, ഓപ്ഷൻ ഉണ്ടാകും. എന്നാലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇടട്ടെ? വേണ്ട വേണ്ടന്നേ പറയൂ, എനിക്കറിയാം, ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. സമയം ഒരു കാര്യം ചെയ്യാം, 25-ലല്ലേ മാർക്ക്? 5 മാർക്സിന്റെ 5 ക്വസ്റ്റ്യൻസ് തരാം. 5 മാർക്സിന്റെ 5 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാല് 5 മാർക്ക് അങ്ങനെ അങ്ങ് പോകും. കാരണം ഞാനല്ല വാല്യൂ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആയതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ 5 മാർക്ക് ഒറ്റയടിക്ക് പോകും. അങ്ങനെ വേണോ? അതല്ല വേണ്ട, അങ്ങനത്തെ ഒന്നും വേണ്ട. അങ്ങനൊന്നും വേണ്ട. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മതിയോ? അതാവുമ്പോ ഒരുപാട് ചെയ്യാനുണ്ടാവും. ഇതാവുമ്പോ 5 ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷെ തെറ്റിയാല് മാർക്ക് അങ്ങനെ പോകും. 5 തന്നോ? 5 മാർക്കിന്റെ തന്നോ? 5 മാർക്കിന്റെയോ? മിസ്സേ, ഹെവന് മാത്രം 5 മാർക്കിന്റെ കൊടുത്താൽ മതി കേട്ടോ, ബാക്കി ആർക്കും വേണ്ട. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയാല് കുഴപ്പമെന്താണോ? നിങ്ങൾ റിട്ടേൺ എക്സാം ആണെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 4 മാർക്കെങ്കിലും തരും. പക്ഷെ ഇതുപോലത്തുള്ള ഓൺലൈൻ എക്സാം ആവുമ്പോ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നതല്ലേ, അപ്പൊ ആൻസർ തെറ്റിയാൽ 5 മാർക്കും അങ്ങനെ തന്നെ അങ്ങ് പോകും. ഒരു 2 മാർക്ക് 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഇടാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇതിലിനി വേറൊന്നും കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല ഈ ചാപ്റ്റേഴ്സില്. ഇത് കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. LCM-ഉം HCF-ഉം വരുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അതെന്നാൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ? ഓക്കെ. ഈ എക്സസൈസ് 3H-ല് 3-ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അതും ഡിവിഷൻ തന്നെയാ വരുന്നത്. 7,371-നെ 819 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. HCF കണ്ടുപിടിക്കാൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തു തന്നാല് 3-ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്തതിന്റെ തൊട്ട് താഴെ ഉള്ളത്. ഓക്കെ. അപ്പൊ ബാക്കി വേർഡ് പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുകൂടിയാൽ ഈ ചാപ്റ്റർ അങ്ങ് തീർന്നു. എക്സാമിന് വരുന്ന പോർഷൻസ് എവിടെ വരെയാന്ന് ഒരു 2 ദിവസത്തിനുള്ള ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ബൈ.